എൻ്റെ പേര് വിൻസെൻ്റ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി അടുത്ത് കുണ്ടന്നൂർ എന്ന ഇടവകയിലാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി വയ്ക്കാൻ വന്നത് 11/12/19 ഉടമ്പടി വയ്ക്കാൻ ഞാൻ അങ്ങോട്ട് വരാൻ കാരണം എൻ്റെ പെങ്ങൾ ഒരു കന്യാസ്ത്രീയാണ്. പെങ്ങൾ തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൻ്റെ ഓപ്പോസിറ്റുള്ള സെൻറ്റ് ക്ലേസ് കോൺവെൻറ്റിലെ അച്ഛമ്മാണ് സിസ്റ്റർ അനുജ തെരേസ. ഇവിടേക്ക് വരാനുള്ള കാരണം 2017 മുതൽ എനിക്ക് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു. 3 സെൻറ്റിൽ ഒരു 400 സ്ക്വയർ ഫീറ്റ് ഒരു വീട്. ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ഉയരം കൂടിയൊരു റോട്ടിലൂടെ ഒരു വഴിയും അതിൽ കുണ്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 10 കൊല്ലം ജീവിക്കുന്ന കാലത്ത് ആ വീടൊന്ന് വിൽക്കണം, അവിടെ നിന്ന് സ്ഥലം മാറണം എന്നൊരു ആഗ്രഹത്തോടുകൂടി 2-3 വർഷം ആളുകളെ വിളിക്കുകയും ആളുകൾ വരികയും, പക്ഷേ വീട് വിൽപ്പന നടക്കാത്തൊരു സമയം വന്നപ്പോൾ ഞാൻ ആ വീടിൻ്റെ മുകളിൽ വേറൊരു സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു 8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊരു സ്ഥലം വാങ്ങി വെച്ചു. എന്നിട്ടും പല ആളുകളും ഈ വീട് വിൽക്കാൻ കാണാനായി വരികയും പോവുകയും ചെയ്യുന്നതല്ലാതെ ഈ വീട് വിൽപ്പന നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനും ഭാര്യയും കൂടി ഒരു തീരുമാനമെടുത്തു. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണം ഉള്ളത് വിറ്റിട്ട് തൽക്കാലം പറ്റുന്ന പോലെ വീട് ആ സ്ഥലത്ത് വാർത്തിടാം. പിന്നീട് നമുക്ക് ഈ വീട് വിൽപ്പന നടക്കുമ്പോൾ അത് പൂർത്തിയാക്കാമല്ലോ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഈ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ചെറിയ രീതിയിലുള്ളൊരു വീട് വാർത്തിട്ടു. അതിൻ്റെ ഇടയിൽ ഇതുപോലെ വീട് കാണാൻ, ഈ ചെറിയ വീട് കാണാൻ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതല്ലാതെ 3 വർഷത്തോളം അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പെങ്ങൾ സിസ്റ്റർ അനുജ തെരേസ ആലപ്പുഴയിലെ കൃപാസനം എന്ന് പറയുന്ന ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയുകയും അവിടേക്ക് നീ ഫാമിലി മക്കളായിട്ട് പോയി ഉടമ്പടി വെച്ചാൽ നിൻ്റെ വീട് വിൽപ്പന നടക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് 2019 ഡിസംബർ 11 ഞാനിവിടേക്ക് ആദ്യമായി വന്നത്. ഇവിടേക്ക് ഞാൻ വന്നപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ ആദ്യം പറയുകയാണ്. ഈ മുമ്പിലുള്ള ഹാളിൽ പുതിയതായി വരുന്ന ആളുകളെയൊക്കെ ഇരുത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന്. ഞാനും ഭാര്യയും മക്കളൊക്കെ കൂടി അവിടെ വന്നിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ ഒരു സിസ്റ്റർ വന്നിട്ട് ഈ ജനക്കൂട്ടത്തിൽ നിന്നും കുറച്ച് ആളുകളെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഈ സ്റ്റേജിലേക്ക് വിളിച്ച ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ എന്നെയും വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. എന്താണെന്നൊന്നും അറിയാതെ ഞാൻ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഒരു ടോക്കണുകൾ കയ്യിൽ നിന്നും എടുക്കാൻ പറഞ്ഞു. ഒരു 5-8 പേരെ വിളിച്ച് കയറ്റിയിരുന്നു. ആ ടോക്കൺ ഓരോരുത്തരുടെ എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം അത് നിവർത്തി നോക്കാൻ പറഞ്ഞു. എല്ലാവരും നിവർത്തി നോക്കുന്നതോടൊപ്പം ഞാനും നിവർത്തി നോക്കി. പക്ഷേ ആ ടോക്കണിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് മാതാവ് എന്നായിരുന്നു. മാതാവ് എന്നുള്ള ആ ടോക്കൺ കിട്ടിയപ്പോൾ ആ സിസ്റ്റർ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ആ ഒരു പ്രദർശനമായിരുന്നു, അതിനുള്ള സെറ്റിങ്സ് ആയിരുന്നു അത് നടത്തിയിരുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായി. ഈ മാതാവിൻ്റെ ആ രൂപം എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരീരത്തിലുടനീളം ഒരു പ്രത്യേക തരം ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെടുകയും വല്ലാത്തൊരു അത്ഭുതവും സന്തോഷവും അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ പ്രദർശനമായി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഈ ധ്യാനത്തിൽ പങ്കുകൊള്ളുകയും ഉടമ്പടി വയ്ക്കുകയും ചെയ്തത് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ധൈര്യം കയറി. കാരണം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ്. അങ്ങനെ ഞാനും കുടുംബവും നാട്ടിൽ പോയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്താണെന്നോ, ഈ 8 ലക്ഷം രൂപ ലോൺ എടുത്ത് വാങ്ങി വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് ഒരു ചെറിയൊരു വീട് വാർത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതേ സ്ഥലത്ത് വീണ്ടും ബാങ്കിൽ പോയിട്ട് ഒരു 12 ലക്ഷം രൂപ ലോൺ ചോദിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ആ ലോൺ ബാങ്ക് മാനേജർ എനിക്ക് അനുവദിച്ചു തന്നു. പിന്നീട് ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയപ്പോൾ ആ പൈസ വെച്ച് ഞാൻ വീടിൻ്റെ പണി സ്പീഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ 2020 മാർച്ച് മാസം ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ മെയ് മാസം 2020 മെയ് 20 ആ വീട് വെഞ്ചരിച്ച് ഞാൻ ആ പുതിയ വീട്ടിലേക്ക് ഞാനും കുടുംബവും മാറുകയാണ് ആദ്യം ചെയ്തത്. 3 വർഷമായി നടക്കാത്ത എൻ്റെ ആ ചെറിയ വീടിൻ്റെ വിൽപ്പന ജൂലൈ മാസം വളരെ സക്സസ് ആയിട്ട് മാതാവ് എനിക്ക് നടത്തി തന്നുകയും ചെയ്തു. ഈ 2 സാക്ഷ്യങ്ങളാണ് എനിക്ക് ഇവിടെ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. അതിനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പറയുകയാണ്.
നമുക്കിവിടുന്ന് മാതാവിൻ്റെ വെഞ്ചരിച്ചൊരു ലോക്കറ്റ് തരുന്നുണ്ടല്ലോ. ഈ ലോക്കറ്റ്, ആ വലിയ ലോക്കറ്റ് ഞാൻ ഈ ചെറിയ വീടിൻ്റെ മുൻപിൽ കട്ടളപ്പടിയുമേ ഞാൻ ഒരു ചെറിയൊരു ആണിയുമേ തറച്ച് വെച്ച് അങ്ങനെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടുള്ള നമ്മുടെ ഈ പ്രാർത്ഥന ബുക്കിൽ ആ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ വീട് വിൽപ്പന എങ്ങനെയും നടന്നു കിട്ടുന്ന. പക്ഷേ എനിക്ക് മാതാവ് നടത്തി തന്നത് എനിക്ക് എന്നെ പുതിയൊരു വീട്ടിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം എൻ്റെ പഴയ വീട് വിൽപ്പന നടത്തി തരികയാണ് ചെയ്തത്. അത് ഇന്നും ആ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് 2 പ്രധാനപ്പെട്ട സാക്ഷ്യം. 3, ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് 30 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ കയ്യിൻ്റെ ഈ മുട്ടിൻ്റെ ഈ ആണിയുടെ അവിടെ ഭയങ്കരമായ വേദനയായിരുന്നു എനിക്ക്. ഒപ്പം ടൈൽസിൻ്റെ പണി ഞാൻ ചെയ്യുന്ന ആളാണ്. ഈ തണ്ടിൽ കാൽമുട്ടൊക്കെ വേദനയായിരുന്നു. വർഷങ്ങളോളം ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് കഴിച്ച് ഒരു ഭേദമില്ലാത്ത സമയത്ത് ഇവിടുന്ന് തരുന്ന ഉടമ്പടി തൈലം ഞാൻ പണിക്ക് പോകുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൻ്റെ മുട്ടിൻ്റെ ഈ ആണിമയും തണ്ടിലുമയും കാൽമുട്ടുമൊക്കെ പരട്ടിയിട്ടാണ് ഞാൻ പണിക്ക് പോയിരുന്നത്. അങ്ങനെ ഒരു 5-8 വർഷം ഡോക്ടേഴ്സിനെ കണ്ട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ നടന്നിരുന്ന ആ അസുഖം ഈ തൈലം പരട്ടി പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴോ അതില്ലാതെയായി. അതാണ് എനിക്ക് പറയാനുള്ള 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മക്കൾ 2 പേരാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഇവർ 2 പേരും പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. അങ്ങനെ അവരുടെ പഠനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ച 4ാമത്തെ നിയോഗമാണ് മക്കൾ നല്ല രീതിയിൽ പഠിക്കുക, അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിയും മറ്റ് മനസ്സിലാവാനുള്ളൊരു മൈൻഡൊക്കെ മാതാവെ തരണേ എന്നുള്ളൊരു പ്രാർത്ഥനാ നിയോഗമായിരുന്നു. അതിന് അവർക്ക് ഞാൻ ലോക്കറ്റ്, നമ്മളിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ചെറിയ ലോക്കറ്റ് അവരുടെ കഴുത്തിൽ കൊന്തേമേൽ ഇട്ട് കൊടുക്കുകയും രാവിലെയും വൈകിട്ടും ഞാൻ പണിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആ രാവിലത്തെ പ്രാർത്ഥന ഞങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പണിക്ക് പോവുക, മക്കൾ ട്യൂഷന് പോവുക. വൈകിട്ട് ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൈകിട്ടത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുക. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥന ചെല്ലേണ്ട ഭാഗമായി എൻ്റെ മൂത്തതാണ് മകള് 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് ആ ടൈമിലൊക്കെ വളരെ ഡള്ളായിരുന്ന ആൾ 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ 2020 നമുക്കറിയാം ലോക്ക്ഡൗൺ വന്നു. 10ാം ക്ലാസ്സിലത്തെ പരീക്ഷ പോലും എങ്ങനെയൊക്കെയോ നടന്നു പോയത്. അതിൽ 9 A+ കിട്ടി വളരെ സക്സസ് ആയിട്ട് അവൾ വിജയിച്ചു. അതിന് കാരണം മാതാവിൻ്റെ ആ ലോക്കറ്റ് അവളുടെ പരീക്ഷ ഹാളിലേക്ക് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആ പേനയുണ്ടല്ലോ, ആ പേനയിൽ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന തൈലം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ആ പരീക്ഷ വന്നപ്പോൾ ലാസ്റ്റ് പരീക്ഷ ഗവൺമെൻറ് ലോക്ക് ചെയ്തു കുറച്ച് ദിവസം. ലാസ്റ്റ് 10ാം ക്ലാസ് വരെ പരീക്ഷ മാത്രം നടത്തി കൊടുത്തു. നിങ്ങൾക്കറിയാം 2020 ലോക്ക്ഡൗൺ വന്ന സാഹചര്യം. അതിലാണ് അവൾക്ക് 9 A+ കിട്ടിയത്. ഇന്ന് അവൾ ബാംഗ്ലൂർ പഠിക്കുക, BSc നഴ്സിങ്ങിന്. എൻ്റെ മകതായിരിക്കുന്നു, അവനും 7, 8, 9 0 ആണ്. ഇന്നവൻ 10ാം ക്ലാസ്സിൽ തോൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ മാതാവ് അവനെ 3 A വാങ്ങി 3 C+. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറവായിരിക്കും, പക്ഷേ 8ലും 9ലും 10ലുള്ള 7ലുള്ള അവൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഈ 10ാം ക്ലാസ്സിൽ അവന് 3 A കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ അവന് കുന്നംകുളം സ്കൂളിൽ സീറ്റ് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അടുത്തത്, ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഒരു 10 കൊല്ലമായിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിൽ ജീവിക്കുകയായിരുന്നു. ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഒരു ആത്മീയ മാറ്റം വേണമെന്ന് നമ്മൾ ഉടമ്പടി വയ്ക്കുമ്പോൾ അതിൽ നമ്മുടെ പേപ്പറിൽ എഴുതുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ അന്ന് ഓർക്കുന്നത്, ആരെങ്കിലുമായിട്ട് പിണങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഉടമ്പടി വെച്ചതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോവുകയും
ഇതുപോലെ ഞാൻ ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു നേർച്ചയാണ് ഈ പത്രം എന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ നമ്മുടെ കൃപാസനം പത്രം എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ആദ്യം ഞാൻ പോയി കൊടുത്തത്. തുടർന്ന് എൻ്റെ അയൽവക്കത്തും നാട്ടിലും വീടുകളിൽ കയറി ഇറങ്ങി അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥന അരൂപിയോടുകൂടി ഈ പത്രം വിതരണം ചെയ്യുന്ന ഒരു മാസം ഞാൻ വരുമ്പോൾ പത്രങ്ങൾ വാങ്ങി വീടുകൾ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനും കുടുംബമായിട്ട് വളരെ സ്നേഹത്തിൽ ജീവിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. അതല്ലാതെ എൻ്റെ പുതിയ വീട്, ഞാൻ വീണ്ടും ഒരു പുതിയ വീടെന്ന് പറയുന്നത്, ആ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മാതാവ് വേറൊരു കാര്യം കൂടി ചെയ്തു തന്നു. അത് ഈ നിയോഗത്തിലില്ലാത്തതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ബിസിനസ്സിലേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്ക് എന്നെ മാതാവ് കൈപ്പിടിച്ചുയർത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേളാങ്കണ്ണി യാത്ര എന്നൊരു ടൂർ പാക്കേജ് ഞാൻ തൃശ്ശൂർ രൂപതയിൽ കുന്നോളം വടക്കാഞ്ചേരി മേഖലകളിലുള്ള പള്ളികളിൽ നിന്നും കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനൊരു അവസരവും ഒപ്പം തന്നെ ഒരു ഓൺലൈൻ നല്ലൊരു ബിസിനസ്സിലേക്കും കയറ്റി ഇന്ന് നല്ല രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്നെ ഇങ്ങോട്ട് ആദ്യം നയിച്ചത് എൻ്റെ സ്വന്തം പെങ്ങൾ സിസ്റ്റർ അനുജ തെരേസയാണ്. ഇത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ധ്യാനങ്ങളെ വെറുക്കുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ വിശ്വാസത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ നീ എനിക്ക് വേണ്ടി പോയി നോക്ക് എന്നാണ് എൻ്റെ പെങ്ങൾ പറഞ്ഞത്. പക്ഷേ ആവശ്യം എൻ്റെയാണ്. ഞങ്ങൾ രാത്രി 2:30 മണിക്ക് ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് കയറി ഇവിടെ 5:30 മണി 6 മണിക്ക് എത്തുമ്പോൾ ഇവിടെ ജനപ്പുഴയാണ്. അപ്പം ഞാൻ ഒരു സത്യം പറഞ്ഞാൽ ഇത് എന്ത് ഏർപ്പാടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ്. അതിനെ മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.